ഉണ്ണിക്കുട്ടാ ഉണ്ണിക്കുട്ടാ ഇന്ന് ഡാൻസ് ഉണ്ട് പറഞ്ഞാൽ അന്ന് സ്കൂളിലേക്ക് പോണ്ട കേട്ടോ. നമുക്ക് ഡാൻസ് അല്ലേ? നീക്കൂ. ഗുഡ് മോർണിംഗ്. ഡാൻസിന് പോവാണെന്ന് പറഞ്ഞപ്പോൾ വേഗം നീറ്റ് കുളിച്ച് വേഗം റെഡി ആയി കേട്ടോ. ഉണ്ണിക്കുട്ടാ ഡാൻസ് പൊളിക്കണം കേട്ടോ. അടിപൊളിയായി കളിക്കണേ. ഓ കോട്ടൊക്കെ സൂപ്പറാക്കില്ലേ? സൂപ്പർ. ഇതായിരിക്കും നമുക്ക് ഇനി അവിടെ പോയിട്ടിടാം കേട്ടോ. കോട്ടായിരിക്കേ. ഡിസബിലിറ്റി ഡേ ആയിട്ട് ഷൊർണൂർ BRC ചെറുതുരുത്തിയിൽ വെച്ചിട്ടൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് ഞങ്ങൾ പോകുന്നത്. അതിൽ ഉണ്ണിക്കുട്ടന് ഡാൻസും ഉണ്ട്. ഉണ്ണിക്കുട്ടൻ അത് എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞിട്ടോ എവിടേക്ക് പോവാച്ചാലും പോവുക. ഞങ്ങളുടെ കൂടെ ഉണ്ണിക്കുട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടോ മയൂഗ്. അവനുണ്ട്. അവന് വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അവൻ അങ്ങനെ സ്പീഡിൽ നടക്കണത്. അവൻ നല്ലൊരു ഡാൻസറാണ് കേട്ടോ. അവൻ്റെ അച്ഛൻ ഡാൻസ് മാസ്റ്ററാണ്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാമല്ലോ ഉണ്ണൂട്ടാ. അങ്ങനെ വെയിലും മഴയില്ല, അതുകൊണ്ട് നല്ല കാലാവസ്ഥയെ. അവിടെ അത്ര ക്ഷീണം അറിയണില്ല. വെയിലൊക്കെ ആണെങ്കിൽ പിന്നെ നടക്കില്ല. മീനല്ലേ? മീനൊക്കെ ഉണ്ടാവും. ഞങ്ങളോട് ഓട്ടോ പിടിച്ച് പൊക്കോളാൻ പറഞ്ഞു. ഏട്ടങ്ങനെ രാവിലെ പോയതാ, പക്ഷേ ഒന്നും കിട്ടില്ല. 4-5 പേരെ വിളിച്ചു, എല്ലാവരും ഓരോ ഓട്ടത്തിലാ. അപ്പം ഞങ്ങൾ നടക്കാൻ വിചാരിച്ചു. അല്ല ബസ്സിലല്ലേ പോണത് ഉണ്ണൂട്ടാ? ബസ്സിൽ നേരെ കേറിയിട്ട് പോണം കേട്ടോ. ബസ്സിൽ പോയ ശീലല്ല. ഓട്ടോറിക്ഷ വിളിച്ചില്ലേ പിന്നെ കിട്ടാഞ്ഞിട്ടല്ലേ? സാറിൽ എത്താറായി കേട്ടോ. ഇതാ അശ്വിന്റെ ഉണ്ണിക്കുട്ടന്റെ സ്കൂളാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടോ. ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ. എങ്കിലും ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ അങ്ങോട്ട് വരുന്നത്. എത്തിയില്ലേ? എത്തിപ്പോയി. അടിപൊളിയില്ലേ? കേറ്. ഇവിടെ ഈ നിളയുടെ തീരത്ത് ഇങ്ങനെ പാർക്കും ബോട്ടിങ്ങും ഒക്കെ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല കേട്ടോ. ഞങ്ങൾ എപ്പോഴും വരണം വിചാരിക്കാറുണ്ട്. ഈ സ്ഥലം തിരഞ്ഞെടുത്തത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോഴേക്കും പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് വീഴാൻ പോകുന്ന ഒരാൾ കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യും? വെറുതെ ഒന്ന് കൈയൊന്ന് വെച്ച് കൊടുക്കും അല്ലേ? കൈ വെച്ച് കൊടുത്താൽ പോരെ? ആ ഒരു കരുതലുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മക്കൾ എന്ത് ചെയ്യും? നമ്മളെയും കാട്ടി മുമ്പിലേക്ക് അവിടെ നടക്കും. അതേമാതിരി ചെറിയൊരു കരുതലിന്റെ മാത്രം ആവശ്യമുള്ളൂ ഇവിടെയുള്ള ഓരോരുത്തർക്കും എന്ന് മാത്രം ആണ് ഈ ഒരു സമയത്ത് ഇവിടെ പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ദിവസം ഒരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ. നമ്മുടെ കുട്ടിക്കൊരു ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ. ഞങ്ങൾ ഉണ്ണിക്കുട്ടനെ ഒരിക്കലും അങ്ങനൊരു ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടിയാണെന്ന് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഓരോ പ്രോഗ്രാമോ ദിവസങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളത് ഓർക്കുക. പിന്നെ സാറ് പറഞ്ഞ പോലെ നമ്മൾ അവർക്ക് ചെറിയൊരു കെയറിങ്ങും ഒരു പ്രൊട്ടക്ഷനും ഒക്കെ ഒന്ന് കൊടുത്താൽ മതി. അവർ പിന്നെ ശരിയായിക്കോളും. പിന്നെ ചിലവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ, നല്ല മനസ്സുള്ള പാരൻസിൻ്റെ കയ്യിലാണ് ഇങ്ങനത്തെ കുട്ടികളെ ഏൽപ്പിക്കാമെന്ന്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനം സന്തോഷമൊക്കെ തോന്നും. പിന്നെ അവരുടെ മുന്നിൽ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ വയ്യാത്ത കുട്ടിയാണ് നിനക്കത് പറ്റില്ല ഒന്നും പറയരുത്. നമ്മളൊപ്പം നടത്തുക. അവർ പറയുന്ന കാര്യങ്ങൾ കുറേ ശ്രദ്ധിക്കുക. പിന്നെ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക. അപ്പോൾ അവർക്കൊരു ധൈര്യവും കോൺഫിഡൻസും ഒക്കെ കിട്ടും. പിന്നെ അവർ താനേ ശരിയായിക്കോളും. എല്ലാ കുട്ടികളും അവരുടെ കഴിവിൻ്റെ പരമാവധി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ പിന്നിൽ ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും ഒക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ് കാരണം. അപ്പോൾ ഇനി നമുക്ക് ഉണ്ണിക്കുട്ടൻ്റെ ഒരു ഡാൻസ് കാണാം അല്ലേ? കോപ്പിറൈറ്റ് വരുമെന്ന് പേടിച്ചിട്ടാട്ടോ പാട്ടിടാത്തത്. അവൻ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം പ്രാക്ടീസൊന്നും ചെയ്തില്ല.
ഞാൻ ജലദോഷമല്ലേ അപ്പോൾ അവനെ വിടണ്ട വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ കളിക്കണം എന്നുള്ള വാശി പിടിക്കുകയും ചെയ്തു. അപ്പോൾ തലേ ദിവസം ഒന്ന് നോക്കിയുള്ളൂ, പക്ഷെ പെട്ടെന്ന് വെടിഞ്ഞു. ചെറുപ്പം തൊട്ട് അവന് ഡാൻസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. വേഗം സ്റ്റെപ്പൊക്കെ പഠിച്ചെടുക്കും. അവന് ഡാൻസ് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിനി സാറ് പാടിയ അടിപൊളി പാട്ട് കേൾക്കാം കേട്ടോ. Twinkle, twinkle, little star, how I wonder what you are. Up above the world so high, like a diamond. മേരിയെ കുഞ്ഞാടെ, മേരിക്കുണ്ടൊരു കുഞ്ഞാടെ. ഇനി നമുക്ക് വേറെ അടിപൊളി ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ആരും ചിരിക്കരുത് കേട്ടോ, എല്ലാവരും പാടുമ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി, അത്രേ ഉള്ളൂ. അപ്പം പാട്ട് കേട്ടിട്ട് ആരും അഭിപ്രായം പറയരുത് എന്നൊക്കെ കേട്ടോ. മേലേ മേലേ മാനം മാനം നീലേ മഞ്ഞിൻ കൂടാരം അതിനാരോ ആരാരോ നീരദീപം ചാത്തുന്നു. പിന്നെ ലാസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടെ ഈ കുടുംബസംഗമം ഒരു കളറാക്കി മാറ്റിയിട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വിചാരിക്കാത്തൊരു സംഭവം ഉണ്ടായിട്ടോ. ലാസ്റ്റ് ഈ പ്രോഗ്രാമിനെ പറ്റിയിട്ട് എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. ഞാനത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റി. കുട്ടികളൊക്കെ എല്ലാവരും അടിപൊളി കളിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല കഴിവുള്ള കുട്ടികളാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക, ഇതൊക്കെ പറയാനുള്ളൂ. ടീച്ചേഴ്സ് അടിപൊളിയാട്ടോ. ടീച്ചേഴ്സ് എല്ലാവരും അടിപൊളിയാണ്. മാഷ്മാരും എല്ലാവരും അടിപൊളിയാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് എല്ലാവരെയും. ഇത്രയൊക്കെയാണുള്ളൂ. താങ്ക് യു. ഊഞ്ഞാലാടാണെന്ന് പറയൂ. ആ അപ്പോഴേക്കും 3-3:30 അപ്പം ഞങ്ങളൊരു ചായയൊക്കെ കുടിക്കാൻ കയറി. ചായ കുടിച്ചു. ഇനി അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണേ. വീട്ടിലെത്തിയപ്പോഴേക്ക് ട്യൂഷൻ കുട്ടികൾ ഇതാ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. താങ്ക് യു.